ഹാർട്ടിൻ്റെ കൺട്രാക്ടിലിറ്റി കുറയും, എന്നുവെച്ചാൽ പമ്പിങ് കുറയും. അപ്പോൾ പമ്പിങ് കുറയുമ്പോൾ നമ്മുടെ ഫ്ലൂയിഡ്സ് ലങ്സിനകത്തോട്ട് കയറും. പിന്നെ പൾമറി എഡിമ എന്ന് തന്നെ പറയുന്നത്. എല്ലാ വീസിങ്ങും ശരിക്കും ആസ്മ തന്നെയാണോ, അല്ലാതെ മറ്റേതെങ്കിലും കണ്ടീഷനിൽ ഈ ഇത്തരം ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെടാറുണ്ടോ? ഓൾ വീസസ് ആർ നോട്ട് ആസ്മ. അത് നമ്മൾ ക്ലാസിക്കലി മെഡിക്കൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുന്ന ഒരു വേർഡാണ്, ഫ്രേസാണ്. ഓൾ വീസസ് ആർ നോട്ട് ആസ്മ. കാർഡിയാക് ആസ്മ എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. എന്നുവെച്ചാൽ ഹാർട്ട് ഫെയിലിയർ വന്നിട്ട് ഇപ്പോൾ അറ്റാക്കൊക്കെ വന്ന് പെട്ടെന്ന് ഹാർട്ട് ഫെയിലിയർ വരും. അപ്പം ഹാർട്ടിൻ്റെ കൺട്രാക്ടിലിറ്റി കുറയും, എന്നുവെച്ചാൽ പമ്പിങ് കുറയും. അപ്പോൾ പമ്പിങ് കുറയുമ്പോൾ നമ്മുടെ ഫ്ലൂയിഡ്സ് ലങ്സിനകത്തോട്ട് കയറും. പിന്നെ പൾമറി എഡിമ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞ പോലെ വീസിങ് വരും. പിന്നുള്ളത് നമ്മുടെ ഈ പറഞ്ഞ ശ്വാസത്തിൻ്റെ കുഴലുകളിൽ എന്തെങ്കിലും തടസ്സം, ഈ ചെറിയ മുഴ ക്യാൻസറിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി, കുട്ടികളിലൊക്കെയാണ് ഫോറിൻ ബോഡിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും വീസ് കേൾക്കാം. പിന്നെ ചില വാസ്കുലേറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്, EGP എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിനകത്തെല്ലാം വീസ് വരാം. അതുപോലെ വോക്കൽ കോഡിൻ്റെ ഡിസ്ഫങ്ഷൻ ഉണ്ട്. നമ്മൾ നോർമലി ശ്വാസം എടുക്കുമ്പോൾ വോക്കൽ കോഡ് തുറന്നിരിക്കും, ചിലർക്കത് അടയും. അപ്പോൾ അത് ചിലപ്പോൾ വീസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു കോസസ് ഓഫ് നോൺ ആസ്മാറ്റിക് കോസസ് ഓഫ് വീസാണ്. ഓക്കെ. പിന്നെ COPD ഉണ്ട് ഡെഫിനറ്റ്ലി, ബട്ട് അത് അഗെയിൻ എയർവേ ഡിസീസ് തന്നെയാണ്.